ഹലോ എവ്രി വൺ, ഐ എം സമീർ അജ്മൽ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വിമൻസ് സഫ്രേജ് മൂവ്മെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് മൂവ്മെൻറ്റ് യുണൈറ്റഡ് കിങ്ഡം UK ആരംഭിച്ചതാണ്. സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ആരംഭിച്ച മൂവ്മെൻ്റ് ആണ്. ഇത് പ്രാദേശികമായി തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെങ്കിലും പിന്നീട് അത് ദേശീയമായി തന്നെ അത് വ്യാപിക്കുകയുണ്ടായി. വിക്ടോറിയൻ ഏജിൻ്റെ അവസാന കാലഘട്ടത്തോടെ ഇതൊരു നാഷണൽ മൂവ്മെൻ്റായി മാറി. 1832 റിഫോം ആക്റ്റും 1835 മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്റ്റും സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിച്ചിരുന്നില്ല. അങ്ങനെ സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ക്യാമ്പയിൻ ചെയ്ത് അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടം നടത്തി. അങ്ങനെ 1918 28 നിയമങ്ങളിലൂടെ അവർക്ക് വോട്ടവകാശം എന്ന ലക്ഷ്യം അത് സാധ്യമായി. സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി അവർക്കത് സാധ്യമായത് ചില പ്രസ്ഥാനങ്ങൾ കൊണ്ടാണ്, അതായത് ഓർഗനൈസേഷൻസ് കൊണ്ടാണ്. നാഷണൽ സൊസൈറ്റീസ് ഫോർ വിമൻ സഫ്രേജ്, അതുപോലെ തന്നെ നാഷണൽ യൂണിയൻ ഫോർ വിമൻ സഫ്രേജ് സൊസൈറ്റി, ഇതൊക്കെ ഫോം ചെയ്തു ഇവരുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു, ഇത് നാഷണലാണ്. ഇതൊരു റീജിയണലായി തുടങ്ങിയതാണെങ്കിൽ പിന്നീട് നാഷണൽ മൂവ്മെൻറ്റായി മാറി. യുണൈറ്റഡ് കിങ്ഡത്തിൽ അതായത് സ്കോട്ട്ലാൻഡിലും വെയിൽസിലും അയർലൻഡിലും എല്ലാ സ്ഥലത്തും ഈ ഒരു മൂവ്മെൻറ്റ്, സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. വിമൻ സഫ്രേജ് മൂവ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ശക്തമായ ക്യാമ്പയിൻ നടത്താൻ സഹായിച്ചത് വിമൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ്റെ ഫോർമേഷനോടുകൂടിയാണ്. ഇനി നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം നമുക്ക് അറിയാം. സ്ത്രീകളുടെ സാന്നിധ്യം, അതായത് പുരുഷന്മാർ യുദ്ധത്തിൽ ഒരുപാട് മരണപ്പെടുകയും സ്ത്രീകൾ പുരുഷന്മാരുടെ തൊഴിലുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ കാണാൻ സാധിച്ചത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. അത് വിമൻ സഫ്രേജ് മൂവ്മെൻറ്റ് ക്യാമ്പയിനിൽ കൂടുതൽ ആക്കം കൂട്ടി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പാസ്സാക്കുന്നത്. അതിലൂടെയാണ് 21 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചത്. 1928 കൺസർവേറ്റീവ് ഗവൺമെൻറ് പാസ്സാക്കിയ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലൂടെയാണ് 21 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ടവകാശം സാധ്യമായത്. സ്ത്രീ വോട്ടവകാശം അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1830കളിലാണ് സ്ത്രീ വോട്ടവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തത്, ഈ ഫീമെയിൽ വോട്ടവകാശത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ചാർട്ടിസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നീട് 1850കളിൽ സ്ത്രീ വോട്ടവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചർച്ചകൾ നടന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു 1850s എന്ന് പറയുന്നത്. ആദ്യത്തെ ലേഡീസ് ഡിസ്കഷൻ സൊസൈറ്റിയായിട്ടുള്ള കെനിങ്സ്റ്റൺ സൊസൈറ്റി ഫോം ചെയ്തു. ഇതിലൂടെ അവർ ചർച്ച ചെയ്തത് പൊതു കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അതിൻ്റെ പങ്ക് എന്താണെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു. പിന്നീട് ലേഡി സ്മിത്ത് ആദ്യത്തെ വിമൻ സഫ്രേജ് കമ്മിറ്റി രൂപീകരിച്ചു. ഇതുപോലെ ഒരുപാട് സ്ത്രീ രാഷ്ട്രീയ ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വിമൻ സഫ്രേജ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വർഗത്തിൽപ്പെട്ട എല്ലാ ക്ലാസ്സുകളിലും പെട്ട സ്ത്രീകൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ബോധം, പൊളിറ്റിക്കൽ ലിറ്ററസി, അവരുടെ രാഷ്ട്രീയപരമായ സാക്ഷരത വർദ്ധിക്കുകയുണ്ടായി ഈ ഒരു കാലഘട്ടത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ യൂണിയനാണ് ദി വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ. ഫൗണ്ട് ചെയ്തിരിക്കുന്ന 1903 എമിലിയൻ പാങ്കേഴ്സും അവരുടെ മക്കളായിട്ടുള്ള ക്രിസ്റ്റബൽ പാങ്കേഴ്സ്, സിൽവിയ പാങ്കേഴ്സ് എന്നിവരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അവർ ഒരുപാട് ക്യാമ്പയിനുകൾ സ്ത്രീ രാഷ്ട്രീയത്തിൽ, അതുപോലെ തന്നെ സ്ത്രീ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അവർ വയലൻ്റ് ആക്രമണപരമായിട്ടുള്ള സമര രീതികളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീ വോട്ടവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിരാഹാരം, കല്ലെറിയുക, ഇങ്ങനെയുള്ള സമരമാർഗങ്ങൾ അവർ സ്വീകരിച്ചിരുന്നു. ഇനി നമുക്ക് ഈ വിമൻ സഫ്രേജ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എമിലിയൻ പാങ്കേഴ്സ്, അവരുടെ മക്കൾ ക്രിസ്റ്റബൽ പാങ്കേഴ്സ് ആൻഡ് സിൽവിയ പാങ്കേഴ്സ്, ഇവരെ പോലുള്ളവരും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്ത്രീ വോട്ടവകാശങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു. അവരിൽ ചിലരാണ് ലോറൻസ് ഹൗസ്മാൻ, ഇസ്രായേൽ സംഗ്വിൽ, ഹെൻറി ഡേവിഡ്സൺ തുടങ്ങിയവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിമൻ സഫ്രേജിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ കവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.